ഹായ് സ്റ്റുഡൻസ്, MR ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗോസസ് തിയറമാണ് പഠിച്ചത്. ഞാൻ പറഞ്ഞു ഗോസസ് തിയറവും അതിൻ്റെ ആപ്ലിക്കേഷനും പബ്ലിക് എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഗോസസ് തിയറത്തിന് 3 ആപ്ലിക്കേഷൻസ് ആണുള്ളത്. എന്തൊക്കെയാണത്? ഒന്നാമത്തത്, ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള യൂണിഫോംലി ചാർജ്ഡ് വയർ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, യൂണിഫോംലി ചാർജ്ഡ് ഷീറ്റ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. അപ്പോൾ എന്താണ് ഗോസസ് തിയറത്തിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് വയർ ഓഫ് ഇൻഫിനിറ്റ് ലെങ്ത്. സെക്കൻഡ് ആപ്ലിക്കേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഷീറ്റ്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ. ഇത് മൂന്നുമാണ് ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ഗോസസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഗോസസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ടും 3 സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഏത് ചാർജ്ഡ് മെറ്റീരിയലിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് നമ്മൾക്ക് കണ്ടെത്തേണ്ടത്. ആ ചാർജ്ഡ് മെറ്റീരിയലിന് ചുറ്റുമായിട്ട് നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് ഇമാജിൻ ചെയ്യുക. കാരണം ഗോസസ് തിയറം ക്ലോസ്ഡ് സർഫസിന്റെ കേസിലാണ് ആപ്ലിക്കബിൾ ആവുന്നത്. ഗോസസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ്. അപ്പൊ ഗോസസ് തിയറം എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? ക്ലോസ്ഡ് സർഫസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ നമ്മൾ ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ഇമാജിൻ ചെയ്യും? ഒരു ക്ലോസ്ഡ് സർഫസ് ഇമാജിൻ ചെയ്യും. അങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ക്ലോസ്ഡ് സർഫസിന് പറയുന്ന പേരാണ് ഗോഷിയൻ സർഫസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമാജിൻ ചെയ്യുന്ന ക്ലോസ്ഡ് സർഫസിന് പറയുന്ന പേരാണ് ഗോഷിയൻ സർഫസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗോസസ് തിയറം പ്രൂവ് ചെയ്തപ്പോൾ അവിടെയും നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് ഇമാജിൻ ചെയ്തു. അവിടെ എന്തായിരുന്നു ക്ലോസ്ഡ് സർഫസ്? സ്ഫിയർ ആയിരുന്നു, അല്ലേ? അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗോഷിയൻ സർഫസ് ഇമാജിൻ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ ഗോഷിയൻ സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടെത്തുക. We have to find out electric flux over this closed surface or this Gaussian surface. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് 3 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ചാർജ്ഡ് മെറ്റീരിയലിന് ചുറ്റും നമ്മൾ ഒരു ക്ലോസ്ഡ് സർഫസ് ഓർ ഗോഷിയൻ സർഫസ് ഇമാജിൻ ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ ക്ലോസ്ഡ് സർഫസിന് മുകളിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ കണ്ടെത്തുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഗോസസ് തിയറം ഈ സർഫസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടെത്തുന്നു. ഇങ്ങനെയുള്ള 3 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഗോസസ് തിയറത്തിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്താണ്? ഡിറൈവ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് വയർ ഓഫ് ഇൻഫിനിറ്റ് ലെങ്ത്. ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള യൂണിഫോംലി ചാർജ്ഡ് വയർ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. ഇതാണ് ഗോസസ് തിയറത്തിന്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഞാനിവിടെ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് വയർ കൺസിഡർ ചെയ്യുകയാണ്. ഇതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് വയറാണ്, ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള സ്ട്രെയിറ്റ് വയർ. ഈ വയറിന്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ കൂളം പെർ മീറ്റർ ആണ്. എന്താണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി? ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അതിനെയാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് 1 മീറ്റർ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ എത്ര ചാർജ് ഉണ്ടാവും? വയറിന്റെ 1 മീറ്റർ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ചാർജ് ഉണ്ടാവും? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അതിന്റെ യൂണിറ്റ് കൂളം മീറ്റർ എന്നാണ്. അപ്പോൾ ഇവിടെ ഈ വയറിന്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലെറ്റർ എന്താണ്? ലാംഡയാണ്. അല്ലെങ്കിൽ ഈ വയറിന്റെ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എത്രയാണ്? ലാംഡ കൂളം പെർ മീറ്റർ ആണ്. ഓക്കെ, ഇനി ഈ വയറിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെ ഉള്ള പോയിന്റ്, ഈ വയറിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റാണ് ആര്? P. ഈ P എന്ന് പറയുന്ന പോയിന്റില്, ഇത് r എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ വയറിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റാണ് P. ഈ P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത് ബൈ യൂസിങ് ഗോസസ് തിയറം.
അപ്പം ഞാൻ പറഞ്ഞു ഗോസസ് തിയറത്തിന്റെ അപ്ലിക്കേഷനിൽ 3 സ്റ്റെപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഗോഷിയൻ സർഫസ്, ഒരു ക്ലോസ്ഡ് സർഫസ് ഇമാജിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഇമാജിൻ ചെയ്യുന്നത് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു സർഫസാണ്. അപ്പോൾ ആ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള സർഫസ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ക്ലോസ്ഡ് സർഫസ് വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സിലിണ്ടർ എന്ന് പറയുമ്പോൾ അതിന് 3 സർഫസുകൾ ഉണ്ടാവും അല്ലേ? ഒന്നെന്താണ്? ഒന്ന് അതിൻ്റെ കേർവ്ഡ് സർഫസ് ആണ്, പിന്നെ 2 ഫ്ലാറ്റ് സർഫസുകളാണ്, ഒന്ന് മുകളിലും മറ്റേത് താഴെയുമായിട്ട്. അപ്പം ഇങ്ങനെയാണ് ഒരു സിലിണ്ടർ ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ഒരു സിലിണ്ടർ നമ്മൾ വരയ്ക്കുമ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് ആ സിലിണ്ടറിന്റെ എവിടെയായിരിക്കണം? കേർവ്ഡ് സർഫസിലായിരിക്കണം. പി എന്ന് പറയുന്ന പോയിന്റ് ആ സിലിണ്ടറിന്റെ കേർവ്ഡ് സർഫസിലായിരിക്കണം. അതുകൂടാതെ R ആയിരിക്കണം, അതായത് വയറിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ് R ആയിരിക്കണം ആ സിലിണ്ടറിന്റെ റേഡിയസ്. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ എന്ത് വരക്കാൻ? ഗോഷ്യൻ സർഫസ് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ സർഫസ് വരക്കാൻ വേണ്ടിയിട്ട്. അപ്പം പി എന്ന് പറയുന്ന പോയിന്റിൽ കേർവ്ഡ് സർഫസ് വരുന്ന രീതിയിൽ, R റേഡിയസ് ആയിട്ട് വരുന്ന രീതിയിൽ, പി എന്ന് പറയുന്ന പോയിന്റിൽ കേർവ്ഡ് സർഫസ് വരുന്ന രീതിയിൽ, R റേഡിയസ് ആയിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ എന്ത് വരക്കേണ്ടത്? ഗോഷിയൻ സർഫസ് ആയിട്ടുള്ള സിലിണ്ടർ വരക്കേണ്ടത്. ഈ രീതി. ഇങ്ങനെ നമ്മളൊരു സിലിണ്ടർ, ഒരു ഗോഷിയൻ സർഫസ് ഇമാജിൻ ചെയ്യുന്നു. ഇതാണ് സ്റ്റെപ്പ് 1. രണ്ടാമത്തെ സ്റ്റെപ്പ് 2 എന്താണ്? ഈ ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ? ഈ ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ ഈ ക്ലോസ്ഡ് സർഫസ് സിലിണ്ടറിക്കൽ സർഫസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം എത്ര സർഫസുകളുണ്ട്? ഒരു കേർവ്ഡ് സർഫസും 2 ഫ്ലാറ്റ് സർഫസും ഉണ്ട്. അപ്പോൾ ഈ സിലിണ്ടറിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കേർവ്ഡ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് പ്ലസ് മുകളിലുള്ള ഫ്ലാറ്റ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് പ്ലസ് താഴെയുള്ള ഫ്ലാറ്റ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ്. അതാണ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദിസ് സിലിണ്ടർ. ഈ സിലിണ്ടറിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേർവ്ഡ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് പ്ലസ് ഫ്ലാറ്റ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ്, അതെവിടെ? മുകളിലുള്ള ഫ്ലാറ്റ് സർഫസ് പ്ലസ് താഴെയുള്ള ഫ്ലാറ്റ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ്. അതാണ് ഈ സിലിണ്ടറിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് അല്ലേ? അപ്പം ഫസ്റ്റ് കേർവ്ഡ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട്, കേർവ്ഡ് സർഫസിൽ പീക്ക് ചുറ്റും ഞാനൊരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്യുന്നു. കേർവ്ഡ് സർഫസിൽ പീക്ക് ചുറ്റും ഞാനൊരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്യുന്നു. ആ സ്മോൾ ഏരിയയുടെ വാല്യൂ DS1 എന്ന് ഞാൻ എടുക്കുന്നു. എങ്ങോട്ടേക്കായിരിക്കും ആ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ? നമുക്കറിയാം ഏരിയ വെക്ടർ എപ്പോഴും ഏരിയയിൽ നിന്ന് വരക്കുന്ന നോർമലിന്റെ ഡയറക്ഷനിലാണ്. അപ്പൊ ഇതാണ് വെക്ടർ DS1ന്റെ ഡയറക്ഷൻ. ഓക്കെ, ഇനി പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്ന് നമുക്ക് നോക്കണം. നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കേർവ്ഡ് സർഫസിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, സിലിണ്ടറിന്റെ കേർവ്ഡ് സർഫസിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലൂടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. ആ പോയിന്റിലൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. ഇവിടെയാണ് നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്തതെങ്കിൽ നിങ്ങൾ അതിന്റെ 3 ഡയമെൻഷണൽ വ്യൂ ഇമാജിൻ ചെയ്യാം, അത് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ വെക്ടർ DS1ന്റെ അതേ ഡയറക്ഷനിലാണ്. അതായത് വെക്ടർ ഇക്കും വെക്ടർ DS1ന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു എത്രയാണ്? ഇവർക്ക് രണ്ടാൾക്കും ഇടയിലുള്ള ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ വെക്ടർ ഇയും വെക്ടർ DS1ഉം സെയിം ഡയറക്ഷനിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കേർവ്ഡ് സർഫസിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് എത്രയായിരിക്കും? ഓക്കെ, അതിന് മുമ്പ് നമ്മൾക്ക് ഈ കേർവ്ഡ് സർഫസ്, ഈ സ്മോൾ സർഫസിലുള്ള ഫ്ലക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുണ്ട്. അത്ര അല്ലേ? എത്രയാണ്? നമുക്കറിയാം എന്താണ് ഫ്ലക്സിന്റെ ഇക്വേഷൻ. ഇവിടെ ഫ്ലക്സ് ത്രൂ ദി സ്മോൾ സർഫസ് D∅1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? വെക്ടർ E ഡോട്ട് വെക്ടർ DS1 എന്ന് കൊടുക്കാം. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. അല്ലെങ്കിലോ EDS1 കോസ് തീറ്റ, തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആയതുകൊണ്ട് EDS1 കോസ് 0, കോസ് 0ന്റെ വാല്യൂ 1 ആയതുകൊണ്ട് EDS1. ഇതാണ് D∅1ന്റെ വാല്യൂ. എന്താണ് D∅1? DS1 എന്ന് പറയുന്ന സ്മോൾ ഏരിയയിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ്.
DS1 എന്ന് പറയുന്ന സ്മോൾ ഏരിയ ഈ കേർവ്ഡ് സർഫസിന്റെ ഒരു ഭാഗമല്ലേ? അങ്ങനെയാണെങ്കിൽ സിലിണ്ടറിന്റെ കേർവ്ഡ് സർഫസിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് Φ1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് Φ1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇന്റഗ്രൽ EdS1 ആയിരിക്കും. അല്ല, dΦ1 എന്ന് പറയുന്നത് DS1 എന്ന സ്മോൾ ഏരിയയിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. DS1 എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ കേർവ്ഡ് സർഫസിന്റെ ഒരു സ്മോൾ പാർട്ടാണ് അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ dΦ1നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കേർവ്ഡ് സർഫസിലൂടെയുള്ള മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ കേർവ്ഡ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് Φ1 ഈസ് ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ EdS1 എന്നാണ്. അത് ഞാൻ ഇവിടെ മാറ്റിയെടുക്കുന്നു. ഫ്ലക്സ് ത്രൂ curved surface Φ1 is equal to എന്താണ്? ഇന്റഗ്രൽ EdS1 എന്നാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് മുകളിലെ ഫ്ലാറ്റ് സർഫസ് കൺസിഡർ ചെയ്യാം. മുകളിലെ ഫ്ലാറ്റ് സർഫസിൽ ഞാനൊരു സ്മോൾ ഏരിയ ഇമാജിൻ ചെയ്യുന്നു. മുകളിലെ ഫ്ലാറ്റ് സർഫസിൽ ഞാനൊരു സ്മോൾ ഏരിയ ഇമാജിൻ ചെയ്യുന്നു. ആ ഏരിയയുടെ വാല്യൂ DS2 എന്നാണ്. ഈ ഒരു സ്മോൾ ഏരിയയുടെ വാല്യൂ എത്രയാണ്? DS2 എന്നാണ്. പക്ഷെ ആ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്ക് വരിക? നോർമലായിട്ട് മുകളിലോട്ടേക്ക് വരിക. എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ് ആണ്. അപ്പം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആര് വരിക? DS2 വരിക. അല്ലെങ്കിൽ ഇവർക്കിടയിലുള്ള ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സ്മോൾ ഏരിയയിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് dΦ2 is equal to എന്താ വരുന്നത്? EdS2 cos 90 എന്നാ വരിക അല്ല. EdS2 cos 90, കാരണം ഇവർക്ക് ഈക്കും DS2നും ഇടയിലുള്ള ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ്? 90 ഡിഗ്രിയാണ്. അങ്ങനെ cos 90യുടെ വാല്യൂ 0 ആയതുകൊണ്ട് dΦ2 is equal to നമുക്ക് എത്ര കിട്ടുന്നു? 0 എന്ന് കിട്ടും. അപ്പോൾ ഈ സ്മോൾ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് 0 ആണെങ്കിൽ ഈ ടോട്ടൽ ഫ്ലാറ്റ് സർഫസിലൂടെയുള്ള ഫ്ലക്സ് എത്ര തന്നെ ആയിരിക്കും? 0 തന്നെ ആയിരിക്കും. അപ്പോൾ ഫ്ലക്സ് ത്രൂ ഫ്ലാറ്റ് സർഫസ്, എവിടെയുള്ള ഫ്ലാറ്റ് സർഫസ്? ടോപ്പിലുള്ള ഫ്ലാറ്റ് സർഫസ്. Φ2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 0. ഫ്ലക്സ് ത്രൂ ദി ഫ്ലാറ്റ് സർഫസ്, ടോപ്പിലുള്ള ഫ്ലാറ്റ് സർഫസ് Φ2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 0 കിട്ടി. ഇനി ബോട്ടം, ഇവിടെയും ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ട്. അവിടെയും ഞാനൊരു സ്മോൾ ഏരിയ ഇമാജിൻ ചെയ്യുന്നു. ആ സ്മോൾ ഏരിയയുടെ വാല്യൂ ഞാൻ എത്ര എടുക്കുന്നത്? DS3 എന്നാണ് എടുക്കുന്നത്. ആ സ്മോൾ ഏരിയയുടെ വാല്യൂ ഞാൻ DS3 എന്ന് എടുക്കുന്നു. വെക്ടർ DS3യുടെ ഡയറക്ഷൻ നോർമലി താഴോട്ടേക്കായിരിക്കും. ഇതാണ് വെക്ടർ DS3യുടെ ഡയറക്ഷൻ. അതും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണ്, അല്ലെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. എന്ന് പറഞ്ഞാൽ മുകളിലെ അതേ കേസ് തന്നെയാണ് എവിടെയും വരുന്നത്? താഴെയും വരുന്നത്. അപ്പോൾ ഫ്ലക്സ് ത്രൂ ഫ്ലാറ്റ് സർഫസ് എവിടെ? ബോട്ടം. അതും എത്രയാണ് വരുന്നത്? 0 എന്നാണ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഞാനൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഗോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്തു, ക്ലോസ്ഡ് സർഫസ് ഇമാജിൻ ചെയ്തു. ആ ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് എനിക്ക് കണ്ടെത്തേണ്ടത്. ആദ്യം ഞാൻ കർവ്ഡ് സർഫസിൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് P എന്ന് പറയുന്ന പോയിന്റിന് ചുറ്റും DS1 എന്ന സ്മോൾ ഏരിയ കൺസിഡർ ചെയ്തു. DS1 ഡയറക്ഷനും P എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനും സെയിം ആണ്. അതുകൊണ്ട് തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണ്. അപ്പോൾ DS1 എന്ന് പറയുന്ന സ്മോൾ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് dΦ1 ഈസ് ഈക്വൽ ടു EdS1 cos 0 എന്ന് വരിക. സിൻസ് തീറ്റ ഈസ് ഈക്വൽ ടു 0, cos 0ന്റെ വാല്യൂ 1 ആയതുകൊണ്ട് dΦ1 ഈസ് ഈക്വൽ ടു EdS1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ കേർവ്ഡ് സർഫസിലൂടെയുള്ള മൊത്തം ഫ്ലക്സ് Φ1 ഈസ് ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ EdS1 ആണ്. ഇനി രണ്ട് ഫ്ലാറ്റ് സർഫസുകളിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടെത്തണം. മുകളിൽ ഞാനൊരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്തു. അതിന്റെ വാല്യൂ DS2 എന്നാണ്. ഇതാണ് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ. അത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണ്, അല്ലെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ ആ ഫ്ലക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ട് ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദിസ് അപ്പർ ഫ്ലാറ്റ് സർഫസ് എത്രയായിരിക്കും? Φ2 ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതേപോലെ തന്നെ ബോട്ടത്തിലുള്ള ഫ്ലാറ്റ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സിന്റെ വാല്യൂ നമുക്ക് എത്രയാണെന്ന് കിട്ടും? 0 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ സിലിണ്ടറിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയായിരിക്കും?
ഈ സിലിണ്ടറിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് പറയാം, φ1 പ്ലസ് φ2 പ്ലസ് φ3. വാട്ട് ഈസ് φ1? ഫ്ലക്സ് ത്രൂ കർവ്ഡ് സർഫസ്. വാട്ട് ഈസ് φ2? ഫ്ലക്സ് ത്രൂ ദി ഫ്ലാറ്റ് സർഫസ് ഓൺ ദി ടോപ്പ് ഓഫ് ദി സിലിണ്ടർ. വാട്ട് ഈസ് φ3? ഫ്ലക്സ് ത്രൂ ദി ഫ്ലാറ്റ് സർഫസ് ബോട്ടം ഓഫ് ദി സിലിണ്ടർ. ഓക്കെ, പക്ഷെ നമുക്കറിയാം φ1ന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. എത്രയാണ്? ഇന്റഗ്രൽ EdS1 പ്ലസ് φ2ന്റെ വാല്യൂ φ3ന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദി ഗോഷ്യൻ സർഫസ് φ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? ഇന്റഗ്രൽ EdS1 എന്നാണ് കിട്ടുന്നത്. ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദി ഗോഷ്യൻ സർഫസ് φ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ EdS1 എന്ന് കിട്ടുന്നു. ഇവിടെ E എന്നത് P എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. ഓക്കെ, പക്ഷേ P എന്ന് പറയുന്ന പോയിന്റ് എവിടെയുള്ളത്? സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസിലാണുള്ളത്. ചാർജ്ഡ് വയറിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെ. കർവ്ഡ് സർഫസിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, ഏത് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അത് ചാർജ്ഡ് വയറിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയായിരിക്കും അല്ലെ? കർവ്ഡ് സർഫസിൽ നമ്മൾ ഏത് പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ആ പോയിന്റ് ഒക്കെ ചാർജ്ഡ് വയറിൽ നിന്നും r എന്ന ഡിസ്റ്റൻസ് അകലത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പോയിന്റിലൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര തന്നെയായിരിക്കും? E തന്നെയായിരിക്കും. കർവ്ഡ് സർഫസിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെയൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് E സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ സെയിം ആയതുകൊണ്ട്, കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് നമ്മൾക്ക് ഇന്റഗ്രേഷന്റെ ഔട്ട്സൈഡിൽ എടുക്കാം. അപ്പൊ നമുക്ക് φ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? E ഇൻറ്റു ഇന്റഗ്രൽ DS1 എന്നാ കിട്ടുന്നത്. എന്താണ് ഇന്റഗ്രൽ DS1? DS1 എന്ന് പറഞ്ഞാൽ കർവ്ഡ് സർഫസിൽ ഒരു സ്മോൾ ഏരിയ ആണ്. കർവ്ഡ് സർഫസിലുള്ള ഒരു സ്മോൾ ഏരിയ ആണ് DS1. ആ സ്മോൾ ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? കർവ്ഡ് സർഫസിന്റെ ടോട്ടൽ ഏരിയ കിട്ടും അല്ലെ? എന്താണ് കർവ്ഡ് സർഫസിന്റെ ഏരിയ? കർവ്ഡ് സർഫസിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കർവ്ഡ് സർഫസിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർഫസിന്റെ പെരിമീറ്റർ ഇൻറ്റു സിലിണ്ടറിന്റെ ലെങ്ത് ആണ്. കർവ്ഡ് സർഫസിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസിന്റെ പെരിമീറ്റർ ഇൻറ്റു ഈ സിലിണ്ടറിന്റെ ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇവിടെ സിലിണ്ടറിന്റെ ലെങ്ത് നമ്മളിവിടെ L എന്നാണ് എടുക്കുന്നത്. അത് ഞങ്ങൾക്ക് പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഗോഷ്യൻ സർഫസ് ആയിട്ടുള്ള സിലിണ്ടറിന്റെ ലെങ്ത് എത്രയാണ്? L ആണ്. സിലിണ്ടറിന്റെ റേഡിയസ് എത്രയാണ്? R ആണ്. എന്താണ് ഇന്റഗ്രൽ DS1? കർവ്ഡ് സർഫസിന്റെ ടോട്ടൽ ഏരിയ. എന്താണ് ടോട്ടൽ ഏരിയ? പെരിമീറ്റർ ഇൻറ്റു ലെങ്ത്. പെരിമീറ്റർ എത്രയായിരിക്കും? R റേഡിയസ് ഉള്ള സിലിണ്ടറിന്റെ പെരിമീറ്റർ 2πr ആണ്. ഇൻറ്റു ലെങ്ത് എത്രയാണ്? L ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാം? E ഇൻറ്റു ഇന്റഗ്രൽ DS1ന്റെ സ്ഥാനത്ത് 2πr ഇൻറ്റു L. 2πr പെരിമീറ്റർ, L ലെങ്ത് ഓഫ് ദി സിലിണ്ടർ. 2πr ഇൻറ്റു L പെരിമീറ്റർ ഇൻറ്റു ലെങ്ത് ഓഫ് ദി സിലിണ്ടർ ആണ് കർവ്ഡ് സർഫസിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഇവിടെ φ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? E ഇൻറ്റു 2πr ഇൻറ്റു L എന്ന് കിട്ടുന്നു. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് അവസാനിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഗോഷ്യൻ സർഫസ്, സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഗോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്തു. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൽ ആ ഗോഷ്യൻ സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ കണ്ടെത്തി. അതിനൊരു ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി. എന്താണ്? φ ഈസ് ഈക്വൽ ടു E ഇൻറ്റു 2πr ഇൻറ്റു L. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഇവിടെ ഗോസസ് തിയറം അപ്ലൈ ചെയ്യുകയാണ്. ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോസസ് തിയറത്തിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എടുക്കാം. എന്താണ് ഗോസസ് തിയറത്തിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ? φ ഈക്വൽസ് 1/ε0 ടൈംസ് സിഗ്മ ക്യൂ. ഫ്ലക്സ് ഓവർ എ closed surface in free space equals 1/ε0 times total charge enclosed by the surface. അപ്പോൾ നമ്മൾ ഇവിടെ according to Gauss's law എന്ന് പറഞ്ഞിട്ട് എഴുതുക φ is equal to 1/ε0 into sigma q. എന്താണ് സിഗ്മ ക്യൂ? ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സിലിണ്ടർ, അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ക്ലോസ്ഡ് സർഫസ് അല്ലെ? ഇവിടെ ക്ലോസ്ഡ് സർഫസ് സിലിണ്ടർ ആണ്. അപ്പൊ സിഗ്മ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ അകത്തുള്ള ടോട്ടൽ ചാർജ്. സിലിണ്ടറിന്റെ അകത്ത്, സിലിണ്ടറിന്റെ ലെങ്ത് നമ്മൾ എത്ര എടുത്തത്? L എന്നാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ സിലിണ്ടറിന്റെ അകത്തുള്ള വയറിന്റെ ലെങ്ത് എത്രയാണ്? L ആണ്. ഓക്കെ, ഈ L ലെങ്ത് വയറിലുള്ള ചാർജ് ആണ് സിലിണ്ടറിന്റെ അകത്ത് എൻക്ലോസ് ചെയ്തിട്ടുള്ള ടോട്ടൽ ചാർജ് അല്ലെ?
സിലിണ്ടറിന്റെ ലെങ്ത് L ആണ്, അതുകൊണ്ട് തന്നെ സിലിണ്ടറിനകത്തുള്ള വയറിന്റെ ലെങ്ത്തും L ആണ്. ആ L ലെങ്ത് വയറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് ആണ് സിലിണ്ടറിന്റെ അകത്തുള്ള ടോട്ടൽ ചാർജ്. ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സിലിണ്ടർ. ഓക്കെ, നമുക്കറിയാം നമ്മൾ നേരത്തെ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞു. 1 മീറ്റർ ലെങ്ത് ഉള്ള വയറിൽ ഉണ്ടാവുന്ന ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ 1 മീറ്റർ ലെങ്ത് ഉള്ള വയറിലുള്ള ചാർജ് ലാംഡയാണെങ്കിൽ, ലീനിയർ ചാർജ് ഡെൻസിറ്റി നമ്മൾ ലാംഡ എന്ന ഇലക്ട്രോണാണ് നോട്ട് ചെയ്തത്. അപ്പോൾ 1 മീറ്റർ ലെങ്ത് ഉള്ള വയറിലുള്ള ചാർജ് ലാംഡയാണെങ്കിൽ L മീറ്റർ ലെങ്ത് ഉള്ള വയറുള്ള ചാർജ് എത്രയായിരിക്കും? L ഇൻറ്റു ലാംഡ ആയിരിക്കും, അല്ലെങ്കിൽ ലാംഡ L ആയിരിക്കും അല്ലെ? എന്താണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി? 1 മീറ്റർ ലെങ്തിലുള്ള ചാർജ്, വയറിന്റെ 1 മീറ്റർ ലെങ്തിലുള്ള ചാർജിനെയാണ് നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ ലാംഡ എന്നാണ് റെപ്രസെന്റ് ചെയ്തത്, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ L മീറ്റർ ലെങ്തിലുള്ള ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? ലാംഡ ഇൻറ്റു L ആയിരിക്കും അല്ലെ? L മീറ്റർ ലെങ്തിലുള്ള ടോട്ടൽ ചാർജ് ലാംഡ ഇൻറ്റു L ആയിരിക്കും. അപ്പൊ നമുക്ക് സിഗ്മ ക്യൂ ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? സിഗ്മ ക്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സിലിണ്ടർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ലാംഡ ഇൻറ്റു L ആണ്. ഒരിക്കൽ കൂടി പറയാം, സിഗ്മ ക്യൂ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ അകത്ത് എൻക്ലോസ് ചെയ്തിട്ടുള്ള ടോട്ടൽ ചാർജ്. സിലിണ്ടറിന്റെ അകത്തുള്ള ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിന്റെ അകത്തുള്ള വയറിലുള്ള ചാർജാണ്. സിലിണ്ടറിന്റെ ലെങ്ത് L ആയതുകൊണ്ട് സിലിണ്ടറിന്റെ അകത്തുള്ള വയറിന്റെ ലെങ്ത് എത്രയാണ്? L ആണ്. 1 മീറ്റർ ലെങ്ത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജാണ് ലാംഡ അല്ലെങ്കിൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി. അപ്പൊ L മീറ്റർ ലെങ്ത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് എത്രയായിരിക്കും? ലാംഡ ഇൻറ്റു L ആയിരിക്കും. Therefore ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സിലിണ്ടർ സിഗ്മ ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? ലാംഡ ഇൻറ്റു L ആണ്. അപ്പൊ നമുക്ക് phi ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഗോസസ് തിയറം പ്രകാരം therefore phi ഇസ് ഈക്വൽ ടു 1/ε0 സിഗ്മ ക്യൂന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ലാംഡ ഇൻറ്റു L. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കമ്പയർ ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1ൽ എന്താണ്? phi ഈക്വൽസ് E ഇൻറ്റു 2πr ഇൻറ്റു L. ഇക്വേഷൻ നമ്പർ 2ൽ എന്താണ്? ഗോസസ് തിയറം പ്രകാരം phi ഈക്വൽസ് 1/ε0 ഇൻറ്റു ലാംഡ L. രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്, അതുകൊണ്ട് റൈറ്റ് സൈഡ് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഫ്രം 1 and 2 E ഇൻറ്റു 2πr ഈക്വൽസ് 1/ε0 ഇൻറ്റു ലാംഡ L. രണ്ടിലും L ലെങ്ത് L ഉണ്ട്, അത് ക്യാൻസൽ ആയി പോയാൽ ബാക്കി വരുന്നത് എന്താണ്? E ഇൻറ്റു 2πr ഈക്വൽസ് 1/ε0 ഇൻറ്റു ലാംഡ. Therefore E equal to electric field intensity at the point B. E equal to നമുക്ക് എന്തായിട്ട് 1/ε0 ലാംഡ. ഈ 2πr റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് പോകും. 1/ε0 ലാംഡ ബൈ 2πr. Or we can write 1/2πε0 into lambda divided by r. E equals 1/2πε0 into lambda divided by r. പക്ഷെ നമ്മൾ കൂളംസ് ലോയിലൊക്കെ പഠിച്ച കോൺസ്റ്റന്റ് 1/4πε0 ആണ്. അതായത് നമ്മൾ ഈ ഇക്വേഷനെ ആ ടേമിലേക്ക് 1/4πε0 എന്നുള്ള ടേമിലേക്ക് മാറ്റുമ്പോൾ നമ്മൾക്ക് ഡിനോമിനേറ്ററിൽ 1/4πε0 എന്നാക്കണമെങ്കിൽ ഡിനോമിനേറ്റർ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 2 × 2πε0 4πε0. ഡിനോമിനേറ്റർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ കറക്റ്റ് ആവാൻ ന്യൂമറേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് E is equal to എന്ത് കിട്ടുന്നു? 1/4πε0 2 lambda divided by r. This is the equation for electric field intensity due to a charged wire. ഒരു ചാർജ്ഡ് വയറിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെ P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ ആണ് എന്ത്? E ഈക്വൽസ് 1/4πε0 2 lambda divided by r. അവിടെ ലാംഡ എന്താണ്? ആ ചാർജ്ഡ് വയറിന്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ്, അല്ലെങ്കിൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അതിന്റെ യൂണിറ്റ് കൂളം പെർ മീറ്റർ എന്നാണ്. r എന്നത് ആ വയറിൽ നിന്നും പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ.